ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. അപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നമുക്ക് ഓണത്തിന് നല്ലൊരു ടേസ്റ്റുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായി വേണ്ടത് മുരിങ്ങക്കായയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്കിതിലേക്ക് ചേർക്കാം. വാഴയ്ക്ക, അതുപോലെ പയർ, കിഴങ്ങ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് എടുക്കാം. കോവയ്ക്ക. അപ്പോൾ ഞാനിവിടെ ആകെ ഈ 4 പച്ചക്കറികൾ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്നതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് ആവണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണിത്. അപ്പോൾ നിങ്ങൾക്ക് പുളി ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചേർത്താം കൂടുതൽ. അപ്പോൾ തൈരൊക്കെ നമ്മൾ നല്ലപോലെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമ്മൾ അവിയൽ റെഡിയാക്കിയെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.